ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോ ഒരു കറി റെസിപ്പിയാണ്. ഒരു ഗ്രീൻ മസാല എഗ് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഈ എഗ് കറി മസാല റെഡിയാക്കിയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള നമുക്ക് ചുമ്മാ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വെച്ചൊരു 9 പച്ചമുളകാണ്. 9 പച്ചമുളകും നമുക്ക് ചുമ്മാ റഫായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചുമ്മാ റഫായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ എല്ലാം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു കടായി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത പേസ്റ്റാണ്, വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കിയിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് ഈ അരച്ച് വെച്ച പേസ്റ്റ്, സവാളയുടെയും മല്ലിയില പുതിനയില പച്ചമുളകിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആഡ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് അത് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ വെള്ളം ഇറങ്ങി വരും. പക്ഷേ ആ വെള്ളം എല്ലാം ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം. നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം നമുക്ക്. അങ്ങനെ ഈ പേസ്റ്റ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയെടുത്തുകൊണ്ട് ഈ ഒരു രൂപത്തിലാവണം. ഇനി നമുക്കതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് അരച്ചത്, അല്ലെങ്കിൽ പൊടിയായി അരിഞ്ഞതായാലും മതി. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ആ മസാലയിലൊക്കെ നല്ലപോലെ പിടിക്കുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് നമുക്ക് ഈ മസാലയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ചെറിയ ജീരകം, കുരുമുളക് പൊടി, പിന്നെ ഇതിൻ്റെ സ്പൈസ് നമ്മൾ ഇതിനകത്ത് മെയിൻ ഇട്ടേക്കുന്ന പച്ചമുളകാണ്. പച്ചമുളകും 1 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമാണ്. ഇനി അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് 1 കപ്പ് പാല്, റൂം ടെമ്പറേച്ചർ മിൽക്കാണ്, തണുത്ത പാലായാലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് പാല് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ പാലും ഈ മസാലയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാലും മസാലയും കൂടെ എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നല്ലോണം വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ വെള്ളവും പാലെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1.5 ടീസ്പൂൺ. എന്നിട്ട് ഇനി ഉപ്പും കൂടെ നല്ലപോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം.
ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് പുഴുങ്ങി വെച്ച മുട്ടയാണ് നേരത്തെ. അത് ഞാൻ ഒരു മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഈ മുട്ട ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മഞ്ഞക്കുരു താഴ്ത്തിയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് മസാല മുട്ടയിലൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മഞ്ഞക്കരു താഴ്ത്തി മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ എഗ്ഗിലോട്ട് മസാല എല്ലാം പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയിലയും കൂടെ അരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ പുതിനയില മല്ലിയിലയുടെ എല്ലാം മണം നമുക്ക് ആ കറിയിലാവാൻ വേണ്ടിയാണ് ഒരു 2 മിനിറ്റും കൂടെ നമ്മളൊന്ന് അടച്ചു വെക്കുന്നത്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് 2 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയൊക്കെ കുറച്ച് നേരം ഞാൻ വെച്ചപ്പോൾ നല്ല കുറുകിയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കറി. നല്ലൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു എഗ് കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എപ്പോഴും മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ എഗ് കറി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു രുചി നിങ്ങൾക്ക് കിട്ടും. നമുക്ക് പൊറോട്ടയ്ക്കായാലും ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ചപ്പാത്തിക്കായാലും നല്ലപോലെ ചേരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.